വെൽക്കം ബാക്ക് ടു കിച്ചൺ ടേൽസ്. ഇന്നത്തെ വീഡിയോയിലെ കണ്ടന്റ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ ആൻഡ് വാട്ട് ഐ മേക്ക് ഇൻ എ ഡേ ആണ്. സാധാരണ വീക്കെൻഡ് കഴിഞ്ഞ് വീക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ചെറിയൊരു ഡയറ്റ് മൺഡേ ടു വെനസ്ഡേയിലോട്ട് സെറ്റ് ചെയ്യും. കുറേയൊക്കെ ഷുഗറെല്ലാം അവോയ്ഡ് ചെയ്ത് ഈവൻ കാർബ്സ് ആണെങ്കിലും പരമാവധി അവോയ്ഡ് ചെയ്തിട്ടുള്ളൊരു ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. കാർബ്സിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, മൺഡേ ടു വെനസ്ഡേ ഓയിലാണെങ്കിലും വളരെ കുറച്ച് തന്നെ യൂസ് ചെയ്യുന്നത്. കുറേയൊക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കും ആൻഡ് കുറേ ജ്യൂസ് കഴിക്കും. അങ്ങനെയാണ് മൺഡേ ടു വെനസ്ഡേ. പ്രത്യേകിച്ച് എനിക്ക് പാർട്ടി ഓർഡേഴ്സ് ഉള്ള ദിവസമാണെങ്കിൽ എനിക്ക് ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് എനിക്കിന്ന് ലഞ്ചിനൊരു പാർട്ടി ഓർഡർ ഉണ്ട്. അപ്പോൾ അവർ ഓർഡർ ചെയ്തിരിക്കുന്ന കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള പോക്കും ദാലും ഫിഷ് ബിരിയാണിയാണ്. പോക്ക് വിന്താലു സ്ഥിരമായിട്ട് എനിക്കിതുപോലെ ക്വാണ്ടിറ്റിയിൽ എനിക്ക് ഓർഡർ കിട്ടാറുണ്ട്. ബട്ട് ഫിഷ് ബിരിയാണി ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആൻഡ് ഇതൊരു 15 പേരുടെ പാക്കായിരുന്നു അന്ന് ചെയ്തത്. ഈ ഫിഷ് ബിരിയാണിയുടെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മമ്മിയുടെ റെസിപ്പിയാണിത്. ആൻഡ് ബിരിയാണിയിൽ ഫിഷ് യൂസ് ചെയ്തിരിക്കുന്ന നെയ്മീനാണ്. ഈ ഫിഷ് ബിരിയാണി പോലെ തന്നെ പ്രോൺ ബിരിയാണിയും ഞാൻ ചെയ്യാറുണ്ട്. ആൻഡ് ഇത് രണ്ടും എൻ്റെ ഓർഡേഴ്സിൽ ഫിഷ് ബിരിയാണി ആദ്യമായിട്ടാണ്, ബട്ട് പ്രോൺ ബിരിയാണി എപ്പോഴും പോകുന്നതാണ്. ആൻഡ് ഈ ഓർഡേഴ്സ് ഉള്ളപ്പോൾ, പ്രത്യേകിച്ച് ലഞ്ചിൻ്റെ ഓർഡർ ആകുമ്പോൾ ഞാൻ അങ്ങനെ ഹെവി ആയിട്ടൊന്നും ലഞ്ചിന് കഴിക്കാറില്ല. ജസ്റ്റ് ഒരു കരിക്കിലൊക്കെ ലഞ്ച് അവസാനിപ്പിക്കും. എഗെയിൻ ഈവനിങ് എനിക്ക് വേറൊരു ഓർഡർ ഉണ്ടായിരുന്നു. കേൽ സാലഡും പോക്ക് റിബ്സും ആൻഡ് മട്ടൻ കുറുമയും. അപ്പോൾ ഈ ഓർഡേഴ്സിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് എൻ്റെ ലഞ്ച്. പൊതുവേ ഞങ്ങളുടെ വീട്ടിൽ ലഞ്ചിന് കുറേ വെജിറ്റബിൾസ് ഉണ്ടാവും. ആൻഡ് അതിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഗ്രീൻ സാലഡ് മസ്റ്റായിട്ടുണ്ടാവും. അപ്പോൾ അന്ന് ഉണ്ടാക്കിയത് ക്യാരറ്റും ക്യുക്കമ്പറും പോമഗ്രാനേറ്റും ആയിട്ടുള്ള സാലഡാണ്. ആൻഡ് പിന്നെ വയലറ്റ് ക്യാബേജ് കൊണ്ടുള്ള തോരൻ, ദെൻ നമ്മുടെ വെണ്ടയ്ക്കയും തേങ്ങാപ്പാലും കൊണ്ടുള്ളൊരു കറി, പിന്നെ മുരിങ്ങാക്കോലും കൊണ്ടുള്ളൊരു തോരൻ ആൻഡ് ചിക്കൻ കറി, കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി. ആൻഡ് ഈ ഒരു പിക്കിൾ ഞാൻ എപ്പോഴും ചെയ്തു വെക്കുന്നതാണ്. ഗാർലിക്കും ക്യാരറ്റും പാവയ്ക്കയും കൊണ്ടുള്ള നമ്മുടെ വൈറ്റ് കളറിലെ പിക്കിൾ, കേർഡ്, ചപ്പാത്തി. ആൻഡ് റൈസ് പൊതുവേ എനിക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമില്ല. ചപ്പാത്തി ആണെങ്കിലും ലഞ്ചിന് അത് മതി. ബട്ട് ചെറിയൊരു ക്വാണ്ടിറ്റി റൈസും ഞാൻ എപ്പോഴും ആഡ് ചെയ്യാറുണ്ട് ഡയറ്റിൽ. ഈ മുരിങ്ങക്കോലുകൊണ്ടുള്ള തോരൻ ഞങ്ങളുടെ വീട്ടിലെ ഫേവററ്റ് ആണ്. ഏകദേശം ഈ അവിയലിന് വരുന്ന സെയിം അരപ്പ് തന്നെയാണ് ഈ മുരിങ്ങക്കോൽ തോരനും യൂസ് ചെയ്യുന്നത്.
വെജിറ്റബിൾസ് എല്ലാം തന്നെ ഉണ്ടാക്കുമ്പോഴും ഓയിലെല്ലാം ശ്രദ്ധിച്ച് തന്നെ ഉണ്ടാക്കും. ആൻഡ് എല്ലാ ലഞ്ചിനും ഈ മഞ്ഞക്കറി, കുമ്പളങ്ങ കൊണ്ടുള്ള മഞ്ഞച്ചാറ് ആൻഡ് കേർഡും മസ്റ്റാണ്. ഓർഡേഴ്സ് ഉള്ള ദിവസം ഞാൻ ഈ ലേറ്റായിട്ട് ലഞ്ച് കഴിക്കുന്ന കാരണം ഡിന്നർ എപ്പോഴും ലൈറ്റ് ആയിരിക്കും. ആൻഡ് മിക്ക ദിവസങ്ങളിലും ഡിന്നർ കോക്കനട്ട് മിൽക്കും ചിയ സീഡുമാണ്. അത്രയും നേരം വരെ എൻ്റെ ഡയറ്റ് പെർഫെക്റ്റ് ആണ്. പ്രോട്ടീൻസ് ഉണ്ട്, കാർബ്സ് ഉണ്ട്, അങ്ങനെ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ഡയറ്റാണ്. ബട്ട് ലേറ്റ് നൈറ്റ് വരുന്ന ക്രേവിങ്, അവിടെയാണ് എല്ലാം തെറ്റിപ്പോകുന്നത്. ഈ ലേറ്റ് നൈറ്റ് വരുന്ന ക്രേവിങ് എത്ര പേർക്ക് ഉണ്ടെന്ന് അറിയില്ല, ബട്ട് എനിക്കത് ഓവർകം ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അന്ന് ഞാൻ കഴിച്ചത് സോൾട്ട് ആൻഡ് പെപ്പർ ആഡ് ചെയ്തിട്ടുള്ള മക്കാനയാണ്.